ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം ഏതാണ്ട് 60 ദിവസത്തിനു മേലെയായി തുടരുന്ന അതീവ ഗുരുതരമായ ആശങ്കാജനകമായ സാഹചര്യം. അതിന് ഏറെക്കുറെ അറുതി വരുത്താനും താൽക്കാലികമായൊരു യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ അമേരിക്കയും ഇറാനുമാണ് ഇപ്പോൾ കളത്തിലുള്ളത്. ഇറാനെ എന്നേക്കുമായി അവസാനിപ്പിച്ച് ഭാവിയിലെ മരണഭീതി ഒഴിവാക്കാൻ കഴിയുമെന്ന ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങളൊക്കെ നേരത്തെ തന്നെ തകർന്നടിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനാകാതെ അമേരിക്കയുടെ ആജ്ഞയ്ക്ക് കാതോർത്തിരിക്കുന്ന അടിയാളനെ പോലെ ഇസ്രായേൽ ദൂരെ മാറി നിൽക്കുകയാണ്. ഇറാനെ തകർത്ത് കളയുമെന്ന വാക്കൊക്കെ നെതന്യാഹു വിഴുങ്ങിയിട്ട് കാലം കുറച്ചായി എന്ന് മാത്രമല്ല, ഇനിയും കൊമ്പ് കോർക്കാൻ പോയാൽ ഇസ്രായേലിലെ പല നഗരങ്ങളും കരിഞ്ഞു പോകുമെന്ന ഭീതി നെതന്യാഹുവിനെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ, ഇപ്പോൾ നടക്കുന്ന നയതന്ത്ര വിഷയങ്ങളിൽ ഇസ്രായേൽ പടിക്ക് പുറത്താണ്. ഇപ്പോൾ അമേരിക്കയും ഇറാനും നേർക്കുനേരാണ്. അതായത് ഇറാനെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിനെ ശക്തമായ തിരിച്ചടിയിലൂടെ മൂലയ്ക്ക് ഒതുക്കിയിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ യുദ്ധത്തിൽ അധികം പേർ ശ്രദ്ധിക്കാതെ പോയ ഏറ്റവും സവിശേഷമായ കാഴ്ച. കാരണം ഹോർമൂസ് കടലിടുക്കിൽ കയറി കളിച്ചതോടെ എല്ലാ യുദ്ധ നിയന്ത്രണവും ഇറാന്റെ പക്കലേക്ക് വന്നു. ഇറാനെ അനുസരിക്കാതെ, ഇറാൻ പറയുന്നത് കൂടി ഉൾപ്പെടുത്താതെ ഒരു കരാറും ഒരു നീക്കവും മുന്നോട്ട് പോകില്ല എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഒരു വശത്ത് നെതന്യാഹു യുദ്ധം ചെയ്ത് ഇറാനെ തീർത്ത് കളയണമെന്ന് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുമ്പോഴും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അത് നീട്ടിക്കൊണ്ടുപോവുകയും ഇറാനുമായി കൂടുതൽ ചർച്ചകൾക്ക് ഇനീഷ്യേറ്റീവ് എടുക്കുകയും ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഹോർമൂസ് കടലിടുക്കിലെ ഇറാൻ കപ്പലുകൾ തടയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം അമേരിക്കയ്ക്ക് ലഭിച്ചൊരു കനത്ത പ്രഹരത്തെക്കുറിച്ചാണ്. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യാമെന്ന് കരുതിയിരുന്ന അമേരിക്കയുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങൾ ഇനി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ കനത്ത പ്രഹരം ഗൾഫ് രാജ്യങ്ങൾ ട്രംപിന് കൊടുത്തിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം ഇപ്പോൾ സജീവ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തതായി കാണുന്നില്ല. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം ഇപ്പോൾ കൈകാര്യം ചെയ്തത്. കാരണം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഗ്രിപ്പ് ഇറാന്റെ പ്രതിരോധത്തിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നും അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാടുമായി അമേരിക്കയുടെ യുദ്ധക്കൊതിക്കെതിരെയും പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുന്ന വിധത്തിലുള്ള ഇറാന് നേരെയുള്ള കടന്നാക്രമണങ്ങൾക്കെതിരെയും ഗൾഫ് രാജ്യങ്ങൾ ചരിത്രത്തിലാദ്യമായ എന്ന രീതിയിൽ ശക്തമായി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വെച്ച ഒരു ഓപ്പറേഷനിൽ നിന്ന് അമേരിക്ക പരിപൂർണമായി പിന്തിരിയുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മറ്റൊന്നുമല്ല, ഈ ഓപ്പറേഷൻ ഫ്രീഡം എന്ന പേരിൽ അമേരിക്കൻ പടക്കപ്പലുകൾ പശ്ചിമേഷ്യയിൽ കൊണ്ടുവന്ന് ഇറാനെതിരെ നടത്താനിരുന്ന ആ വലിയ ഓപ്പറേഷൻ പരാജയപ്പെടുത്തിയത് ഗൾഫ് രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് സൗദി അറേബ്യയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ഞാൻ കാണിക്കാം. ഫസ്റ്റ് പോസ്റ്റ് എന്ന മാധ്യമത്തിൽ വന്നിട്ടുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യൻ മാധ്യമമാണ്, ഇറാൻ ഇന്റൽ, ജെറുസലേം പോസ്റ്റ്, NBC ന്യൂസ്, പിന്നെ പല അമേരിക്കൻ മാധ്യമങ്ങളടക്കം നിരവധി മാധ്യമങ്ങൾ ഇപ്പോൾ ഈ വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് NBC ന്യൂസ് എന്ന് പറയുന്ന മാധ്യമത്തിലാണ് ആദ്യം ഈ വാർത്ത വന്നത്. പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിൻ്റെ ആധികാരികത പരിശോധിച്ച ശേഷം ഇത് പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഈ വാർത്തയിൽ പറയുന്നത് അമേരിക്കയുടെ സർവ്വതും പിടിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ കൂടുതൽ ശക്തി കേന്ദ്രീകരിക്കാനുള്ള അല്ലെങ്കിൽ പശ്ചിമേഷ്യ തങ്ങളുടെ കാൽക്കീഴിലാണ് എന്ന നിലയിലേക്ക് ഇവിടെ എന്തും ചെയ്യാനുള്ള അമേരിക്കയുടെ ഒരു നിർണായകമായ നീക്കമായിരുന്നു ഹോർമൂസ് കടലിടുക്കിൽ അവരുടെ പടക്കപ്പലുകൾ വിന്യസിച്ച് അതിലൂടെ കപ്പലുകൾ സുരക്ഷിതമായി കടത്തിക്കൊണ്ടു പോവുക എന്നത്. ആ വാണിജ്യ കപ്പലുകൾ, ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകൾ ഇറാനെ അതിജീവിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് സാധിച്ചാൽ സ്വാഭാവികമായി ഹോർമൂസ് കടലിടുക്കും അമേരിക്കയുടെ കാൽക്കീഴിലേക്ക് വരും. ഒരു ഘട്ടത്തിൽ ട്രംപ് പറഞ്ഞത് ഹോർമൂസ് കടലിടുക്കിന് ഞാൻ എൻ്റെ പേരിടാൻ പോവുകയാണെന്നാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഭാവിയിൽ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ, അതായത് ഹോർമൂസ് കടലിടുക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ നാളെ എന്തിനും ഏതിനും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലിരിക്കുന്ന ഹോർമൂസിലൂടെ തങ്ങളുടെ കപ്പലുകൾ കടത്തിവിടാൻ അമേരിക്ക പറയുന്നതെന്തും ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതം മുന്നിൽ കണ്ടുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ പടക്കപ്പലുകൾ കൊണ്ടുവന്നിട്ടിട്ടുള്ള പ്രൊജക്റ്റ് ഫ്രീഡം സൈനിക പദ്ധതി അതൊരിക്കലും നടപ്പാക്കരുത് എന്ന് പറഞ്ഞ് അമേരിക്കയെ കൊണ്ട് ആ പദ്ധതി പിൻവലിപ്പിച്ചത് സൗദി അറേബ്യയാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കാണുക. അതോടൊപ്പം
അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളം ഉപയോഗിക്കാനോ സൗദി വ്യോമപാതയിലൂടെ പറക്കാനോ അനുമതി നൽകില്ല എന്ന് റിയാദ് വ്യക്തമാക്കിയെന്നും ഇതിന് പിന്നാലെ കടുത്ത സമ്മർദ്ദത്തിലായ ട്രംപ് പദ്ധതികളെല്ലാം ഉപേക്ഷിച്ച് പിന്മാറാൻ തയ്യാറായി എന്നുമാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് NBC ന്യൂസ് അടക്കം, NBC ന്യൂസാണ് ആദ്യം പുറത്തുവിടുന്നത്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പശ്ചിമേഷ്യയെ പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള പശ്ചിമേഷ്യയിലെ കപ്പൽപാത, പ്രധാനപ്പെട്ട കപ്പൽപാത അമേരിക്കൻ സൈനിക നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ഒരു അതിബുദ്ധിയാണ് ട്രംപ് ഈ ഓപ്പറേഷൻ ഫ്രീഡത്തിലൂടെ കാണിച്ചത്. അതായത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഏതാണ്ട് 200-ലധികം കപ്പലുകൾ, 23,000-ഓളം ജീവനക്കാർ, 84 രാജ്യങ്ങളിലെ 23,000-ഓളം ജീവനക്കാർ കഴിഞ്ഞ 65 ദിവസത്തിലധികമായിട്ട് ഹോർമുസ് കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ പൊടുന്നനെ ട്രംപ് പറയുകയാണ്, ഈ പറയുന്ന ആളുകളെ മുഴുവൻ രക്ഷിക്കണം, അവരെ കൊണ്ടുവരണം, അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്, മാനുഷിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പലുകളെല്ലാം അവിടേക്ക് വരികയാണ് എന്ന് ട്രംപ് ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിച്ചപ്പോഴേ അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ട്രംപിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് അവിടെ അമേരിക്കൻ പടക്കപ്പലുകൾ കൊണ്ടുവന്ന ഒരൊറ്റ തവണ ഇറാനെ അതിജീവിച്ച് ഈ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കി അതിലൂടെ കടത്തിവിടാൻ കഴിഞ്ഞാൽ പിന്നെ അത് കൈവശപ്പെടുത്താനുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തും എന്ന നിലയിൽ അന്നേ ചർച്ചകൾ ഉണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ കൃത്യമായി ഇടപെട്ടു എന്ന നിലയിൽ വേണം ഈ വാർത്തയെ കാണാൻ. സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായാണ് അമേരിക്ക നീങ്ങിയതെന്ന് ഈ സഖ്യകക്ഷികൾ, അതായത് ഗൾഫ് രാജ്യങ്ങൾ വിലയിരുത്തിയതായും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. സൗദിക്കൊപ്പം ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെയും കൃത്യമായി അറിയിക്കാതെയാണ് ട്രംപ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് എന്നും ഗൾഫ് രാജ്യങ്ങൾക്ക് മൊത്തത്തിൽ ഈ പദ്ധതി ട്രംപ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ ദുരൂഹത മനസ്സിലാവുകയും അവർ ട്രംപിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്ന് ഈ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നുണ്ട്. അതോടെയാണ് ഗൾഫ് രാജ്യങ്ങളുടെ പേരിൽ സൗദി കൃത്യമായി ട്രംപിനെതിരെ നിലപാട് സ്വീകരിച്ചത്. ഈ മേഖല മുഴുവൻ നിങ്ങളുടെ കാൽക്കീഴിലേക്ക് കൊണ്ടുപോകാനുള്ള ഇത്തരം നടപടികൾ, അല്ലെങ്കിൽ പശ്ചിമേഷ്യയെ മുഴുവൻ ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള ഇത്തരം നീക്കങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന നിലപാടിൽ തന്നെ സൗദി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, സൗദി വ്യക്തമായി നിലപാട് പറഞ്ഞപ്പോൾ ട്രംപിന് പിന്മാറുകയല്ലാതെ വേറെ വഴിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്. പക്ഷേ ട്രംപ് അങ്ങനെയൊരു അടി, അതായത് അങ്ങനെയൊരു കനത്ത പ്രഹരം ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് തനിക്ക് കിട്ടിയതായി എവിടെയും പറയുന്നില്ല. ഗൾഫ് രാജ്യങ്ങൾ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചതായി, അല്ലെങ്കിൽ ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ തന്നെ ട്രംപിനോട് പിന്മാറാൻ പറഞ്ഞതായൊന്നും ട്രംപ് എവിടെയും പറയുന്നില്ല. ട്രംപ് പറയുന്നത് പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഇറാൻ കരാറുകളിലേക്ക് വരുന്നു, ഒരു സമവായം ഉണ്ടാകും എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ഓപ്പറേഷനിൽ നിന്ന് പിന്മാറുകയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഗൾഫ് രാജ്യങ്ങൾ ട്രംപിനെ അലക്കിയതിനെ തുടർന്നാണ്, ട്രംപിൻ്റെ ചില ദുരൂഹ നീക്കങ്ങൾക്ക് തടയിട്ടതോടെയാണ് ട്രംപിന് മുന്നോട്ട് പോകാൻ കഴിയാതെ പിന്മാറേണ്ടി വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് മാത്രമല്ല, ട്രംപ് പടക്കപ്പലുകൾ അവിടേക്ക് കൊണ്ടുവരികയായിരുന്നുവെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും അവർ വിലയിരുത്തുകയുണ്ടായി. കാരണം ഓപ്പറേഷൻ ഫ്രീഡം എന്ന പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാൻ വ്യാപകമായി UAE-യിലെ ഫുജൈറ എണ്ണ തുറമുഖത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ആ മിസൈൽ ആക്രമണങ്ങളിൽ വലിയ തീപിടുത്തവും നാശനഷ്ടവും അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം CMA CGM എന്ന് പറയുന്ന ഒരു ഓയിൽ ടാങ്കറിന് നേരെയും ഒരു കപ്പലിന് നേരെയും ഇറാൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇറാൻ ഈ വിധത്തിൽ കടന്നാക്രമിക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും ആ പദ്ധതിയുമായി അമേരിക്ക മുന്നോട്ട് പോയാൽ ഇറാൻ ചെയ്യാൻ പോകുന്നത് എന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ തോതിൽ ബോധ്യമുണ്ടായി. എന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് അമേരിക്കയും ഇറാനും ശക്തമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായ സമയത്ത് ഇറാൻ ഗൾഫിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങൾ അവിടെ എണ്ണ മേഖലയിലും വാതക മേഖലയിലും റിഫൈനറികളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല, അത് പൊടുന്നതിനെ പരിഹരിക്കാൻ കഴിയുകയുമില്ല. ഹോർമുസ് കടലിൽ കടച്ചതോടെ ആ രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്. അപ്പോൾ ഇതിനൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ വർഷങ്ങൾ വേണ്ടിവരും പശ്ചിമേഷ്യക്ക്. അപ്പോൾ ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യയെ തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദി അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതെല്ലാം ഇനി അതുപോലെ അനുവദിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾ തീരുമാനിച്ചു എന്നതിൻ്റെ അടയാളമാണ് ഈ നീക്കം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇവിടെ ഏറ്റവും അധികം വെട്ടിലായിരിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് ഒരൊറ്റ നിലപാടേ ഉണ്ടായിരുന്നുള്ളൂ, ഇറാനെ തച്ചു തകർക്കുക, അവിടെ പുതിയൊരു ഭരണകൂടത്തെ കൊണ്ടുവരിക, അവരുടെ ആണവ പരീക്ഷണം പൂർണ്ണമായി ഇല്ലാതാക്കുക, അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പൂർണ്ണമായി നിർവീര്യമാക്കുക. അന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞിരുന്ന കാര്യം എന്തായിരുന്നു? ഇറാൻ ഇത്തരത്തിൽ വളരുന്നത്
ഞങ്ങൾക്ക് ഭീതിയാണ്, ഞങ്ങളുടെ സുരക്ഷാ ഭീതി, മരണഭീതി. അതായത് ഇസ്രായേലിനെ തകർക്കാനാണ് ഇറാൻ ഇതെല്ലാം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിജയിച്ചാൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമാകുമെന്ന ഭീതിയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അന്ന് നെതന്യാഹു കൃത്യമായി പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, മരണഭയമില്ലാതെ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഭയമില്ലാതെ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ, ഇസ്രായേൽ ജനതയ്ക്ക് കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയാണ് ഈ യുദ്ധം മുഴുവൻ നടത്തുന്നതെന്ന് നെതന്യാഹു പണ്ട് ഗസ യുദ്ധം തുടങ്ങിയ കാലം മുതലേ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇറാനെ തച്ചു തകർക്കാനോ അവിടെ ഭരണമാറ്റം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ ബലിസ്റ്റിക് മിസൈലുകൾ മുഴുവൻ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ആണവ പരീക്ഷണം പൂർണ്ണമായി വിലക്കാനോ ഒന്നും അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പല വാർത്തകളിലും വരുന്നത് അമേരിക്കയുടെ നിലപാടുകൾ, അമേരിക്കയുടെ ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിച്ചു എന്നാണ്. പക്ഷേ ഇറാൻ്റെ ഏറ്റവും ഒടുവിൽ വന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇറാൻ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടില്ല, ആ നിർദ്ദേശങ്ങളിന്മേൽ വിലയിരുത്തലുകൾ തുടരുകയാണ്, അത് വേണമോ വേണ്ടയോ എന്ന തീരുമാനമായിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണെന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതെ, പ്രത്യേകിച്ചും ഈ ആണവ സമ്പുഷ്ടീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായി ഒരു നിലപാട് പറയാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ മുഴുവൻ നശിപ്പിക്കില്ല എന്ന് തീരുമാനമെടുത്താൽ അത് ഏറ്റവും അധികം തിരിച്ചടിയാകുന്നത് ഇസ്രായേലിനാണ്. ഇസ്രായേലിനതൊരു മരണഭീതിയായി, അല്ലെങ്കിൽ ഇസ്രായേലിനതൊരു വലിയ നാശമെന്ന നിലയിൽ തന്നെ ഒരു തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന ഒരു വാളെന്ന കണക്ക് അതവിടെ നിൽക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിനാണ്. അതോടൊപ്പം ട്രംപിൻ്റെ വലിയ സ്വപ്നമായിരുന്നു ഗൾഫ് മേഖലയിലുള്ള നിരവധി നിക്ഷേപങ്ങൾ, ഗൾഫ് രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യുക, അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഗൾഫ് മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ വ്യാപിക്കുക, ഇറാൻ്റെ തീരങ്ങൾ പിടിച്ചെടുക്കുക, ഹോർമുസ് കടലെടുക്ക് പിടിച്ചെടുക്കുക, ഇറാൻ്റെ എണ്ണ ശേഖരം പിടിച്ചെടുക്കുക. ഇതൊക്കെ ട്രംപിൻ്റെ സ്വപ്നങ്ങളായിരുന്നു. ഇതിൻ്റെ ഒക്കെ കടക്കലാണ് ഇപ്പോൾ സൗദിയുടെ നേതൃത്വത്തിൽ ഗൾഫ് രാജ്യങ്ങൾ കത്തിവെച്ചിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇനിയും ഇറാന് നേരെ കൊമ്പുകോർക്കാൻ പോയാൽ, അല്ലെങ്കിൽ ഗൾഫ് മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമുസ് കടലെടുക്ക്, പേർഷ്യൻ തീരങ്ങൾ, ഇവിടെയൊക്കെ ഈ സമുദ്രഭാഗങ്ങളിലൊക്കെ അമേരിക്ക കൂടുതൽ പടക്കപ്പലുകളൊക്കെ കൊണ്ടുവന്ന് അതെല്ലാം തങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നാൽ അത് വലിയ സമ്മർദ്ദമാകും ഗൾഫ് രാജ്യങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാക്കുക. ഒരുപക്ഷെ അമേരിക്ക പറയുകയാണ്, ഇതിലൂടെ പോകണമെങ്കിൽ ഇനി ഞങ്ങളുടെ അനുമതി വേണമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ നന്ദി സൂചകമായി ഏതെങ്കിലും തരത്തിൽ ഗൾഫ് രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലോ ഒക്കെ അവർക്കതൊരു വലിയ ബാധ്യതയാകുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ഗൾഫ് രാജ്യങ്ങൾ നയതന്ത്രപരമായിട്ട് അമേരിക്കയ്ക്കെതിരെ നീങ്ങിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിൽ പറയുന്ന, ഈ വാർത്തയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ട്രംപിൻ്റെ പിന്മാറ്റം അമേരിക്കയുടെ വൻ പരാജയമായി ഇറാൻ കാണുകയാണ്. അങ്ങനെ ഇറാൻ അമേരിക്ക പരാജയപ്പെട്ടു എന്ന നിലയിൽ പ്രസ്താവനകൾ നടത്തുന്നത് ട്രംപിന് വലിയ നാണക്കേടാണ്. പക്ഷേ ട്രംപിന് ഒരിക്കലും ഗൾഫ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ഉലഞ്ഞതിനെ തുടർന്നാണ് താൻ ഇതിൽ നിന്ന് പിന്മാറിയത് എന്ന് തുറന്നു പറയാൻ കഴിയില്ല. അപ്പോൾ ട്രംപ് പറയുന്നത് പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്തത് എന്നാണ് പറയുന്നത്. ഒപ്പം ഇറാൻ ഇപ്പോൾ കീഴടങ്ങും, ഇറാൻ ഇപ്പോൾ കാൽക്കലേക്ക് വീഴുമെന്ന നുണയാണ് ട്രംപ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ ഗൾഫ് രാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ, ഗൾഫ് രാജ്യങ്ങളുമായി കൂടിയാലോചന നടത്താതെ ഈ പറയുന്ന ഹോർമുസ് കടലിലേക്ക് സ്വന്തം നിലയ്ക്ക് പിടിച്ചെടുക്കാനും അവിടെ സ്വന്തം രീതിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും ഒക്കെയുള്ള ട്രംപ് വളരെ നാളുകൾ മുന്നിൽ കണ്ട് തയ്യാറാക്കിയ ഒരു പദ്ധതി, അത് ഗൾഫ് രാജ്യങ്ങൾ ഡിനൈ ചെയ്തു, അല്ലെങ്കിൽ അത് നിരാകരിച്ചു, അല്ലെങ്കിൽ അതിനെ കടക്കൽ കത്തിവെച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ട്രംപിനെ സംബന്ധിച്ച് ഈ യുദ്ധം തുടങ്ങി ഇന്ന് വരെ തിരിച്ചടികളുടെ കൂമ്പാരമാണ് ട്രംപിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, റെജിം ചേഞ്ച് എന്ന് പറഞ്ഞ കാര്യം നടന്നില്ല. ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം തട്ടിയെടുക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല. ഇറാനെ പരിപൂർണമായി അവരുടെ ആയുധങ്ങൾ നശിപ്പിക്കാൻ, നിരായുധീകരിക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല. ഇറാൻ എങ്ങനെയെങ്കിലും കാൽക്കൽ വീഴുമെന്ന നിലയിൽ ഇറാനെതിരെ നിരവധി സമ്മർദ്ദങ്ങൾ ചെലുത്തി. പക്ഷേ ഇറാൻ അതിനൊന്നും കൂട്ടാക്കിയില്ല. ഇപ്പോഴാണെങ്കിൽ പോലും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇറാൻ കരാറിൽ ഏർപ്പെടൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇറാൻ്റെ അധികാരങ്ങൾ ഇറാന് നൽകണം, ഇറാനെ ഇനി ബുദ്ധിമുട്ടിക്കരുത്, ഇറാൻ്റെ കപ്പലുകൾ, അതായത് ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കണം, ഇറാന് ഫ്രീ ട്രേഡ് നടത്താനുള്ള സാഹചര്യം അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകണം എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ട്രംപ് പറയുന്നു, അതൊക്കെ ഞങ്ങൾക്ക് തരാം, അങ്ങനെയാണെങ്കിൽ ഹോർമുസ് തുറക്കണം. അതായത് റെജിം ചേഞ്ച്
ഇറാൻ്റെ തകർച്ച, അതൊക്കെ വിട്ട് ഇപ്പോൾ ഹോർമുസിലേക്ക് ചർച്ച ചുരുങ്ങിയിരിക്കുകയാണ്. ആണവ വിഷയത്തെക്കുറിച്ച് ഇനിയും നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാമെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് ആത്യന്തികമായി ട്രംപ് തകർന്ന് തരിപ്പണമാകുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള തിരിച്ചടികൾ ട്രംപിന് കിട്ടുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കുട്ടിക്കിപ്പോയിരിക്കുന്നത് ഇസ്രായേലാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ പരിപൂർണമായി അവസാനിക്കാതെ അവരുടെ ഒരു കാര്യവും അവർക്ക് നേടാൻ കഴിയില്ല. എന്ന് വെച്ചാൽ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകില്ല, അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ സ്വപ്നങ്ങൾ ഒരിക്കലും സാർത്ഥകമാകില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ ഇറാൻ പിൻവലിക്കണമെങ്കിൽ ഇറാൻ പറയുന്ന കാര്യങ്ങൾ, അതായത് ഫ്രീ ട്രേഡ് ഉൾപ്പെടെ, അത് എന്ന് വെച്ചാൽ ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങൾ മുഴുവൻ പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടി വരും. അത് ഇറാൻ്റെ സാമ്പത്തികമായുള്ള വലിയ വളർച്ചയിലേക്ക് കാര്യങ്ങളെ നയിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് അതൊരു വലിയ ഭീതിയും ഭീഷണിയും വലിയ നാശവുമായിരിക്കും. ഇസ്രായേലിൻ്റെ ഭാഷയിൽ പറയുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ വളരുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ നാശം. അത് നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഭയം, മരണഭയം, അവരുടെ പേടി, അല്ലെങ്കിൽ അവർക്ക് വലിയ നാശമാകും എന്ന തോന്നൽ ഒക്കെ ഉണ്ടാകുന്നത് ഇറാൻ്റെ വളർച്ചയാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ കരാറുകളിലൊക്കെ ഒപ്പുവെച്ച് യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ പിന്നെ ഇസ്രായേലിന് അവിടെ കയറി യുദ്ധം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ്റെ വളർച്ചയുണ്ടാകുന്നത്, ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്, നാശമാകുന്നത് ഇസ്രായേലിന് തന്നെയാണ്. ഇസ്രായേൽ പറയുന്ന വഴിക്ക് പോയിട്ട് വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങിയെന്ന് ട്രംപിന് മനസ്സിലായതുകൊണ്ട് ട്രംപ് സ്വന്തം വഴിക്കിപ്പോൾ കാര്യങ്ങൾ പരുവപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനിടയിലാണ് ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ പോലും ഉലയുന്ന വിധത്തിൽ സൗദിയുടെ നേതൃത്വത്തിൽ ശക്തമായ നിലപാട് ട്രംപിനെതിരെ ഉണ്ടായത്. അതിനെ അതിജീവിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ട്രംപ് ആ പദ്ധതി പിൻവലിച്ചത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ വ്യക്തമാക്കുന്നത്.